സോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസസ് ഇൻ ഗോ ആണ്. സോ സ്ലൈസ് എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് ആയിട്ടുള്ള സൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സിമിലർ ടു മാപ്സിൻ്റെ പോലെ തന്നെയാണ് ഈ സ്ലൈസ് എന്നുള്ള സംഭവം. പക്ഷേ ഇതിനെ എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്ലെക്സിബിളാണ്, ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ അതൊരു അറേയാണ് മെയിൻലി നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് എൻ അറേ. നമ്മളിപ്പോൾ ഒരു അറേ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഒറ്റ വേരിയബിളിന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് എ എന്നുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിൽ സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, സ്റ്റുഡൻറ്റ് 3 അവരുടെ പേരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തം ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്ലൈസ് എന്ന് പറയുമ്പോൾ അതൊരു അറേ ആണ്. ഓക്കെ, അൺലൈക്ക് അറേ സ്ലൈസ് ക്യാൻ ബി റീസൈസ്ഡ്. വെച്ച് കഴിഞ്ഞാൽ അറേ പോലെയല്ല, അറേ പോലെ തന്നെ അതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ റീസൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ഡോണ്ട് ഹാവ് എ ഫിക്സഡ് സൈസ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈസ് ഇല്ല സ്ലൈസിന്. സ്ലൈസ് ഈസ് എ റെഫറൻസ് ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പോയിൻറ്റ്സ് ടു ആൻ അണ്ടർലൈങ് അറേ. വെച്ച് കഴിഞ്ഞാൽ സ്ലൈസ് എന്ന് പറയുമ്പോൾ റെഫറൻസ് ടൈപ്പാണ്, ഒരു അഡ്രസ്സ് എന്നുള്ള പോലെയാണ് ഈ സ്ലൈസ് എന്ന് പറയുന്ന സംഭവം. വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു അറേക്ക് പോയിൻ്റ് ചെയ്യുന്നു, അതിലുള്ള കണ്ടൻറ്റിനെ പോയിൻ്റ് ചെയ്യുന്നു. ഓക്കെ, വെൻ യു ക്രിയേറ്റ് എ സ്ലൈസ് യു ആർ ക്രിയേറ്റിംഗ് എ വിൻഡോ ഇൻ ടു ദാറ്റ് അറേ. ചെയ്യാൻ നമ്മളെന്താ ചെയ്യുന്നത്, ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വിൻഡോ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സ്ലൈസ് എന്ന് പറയുമ്പോൾ പോയിൻ്റർ പോയിൻറ്റ്സ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അറേ ദാറ്റ് ഈസ് ആക്സസിബിൾ ത്രൂ ദ സൈസ്. വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ പോയിൻ്റ് ചെയ്യാൻ പറ്റും, എന്താണ് ആദ്യത്തെ എലമെൻറ്റ്, എന്താണ് രണ്ടാമത്തെ എലമെൻറ്റ്, അങ്ങനെ നമുക്ക് പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേയിൽ നിന്നുള്ള വാല്യൂസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. പിന്നെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സ്ലൈസ്. പിന്നെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അണ്ടർലൈങ് അറേസ് സ്റ്റാർട്ടിങ് ഫ്രം ദ എലമെൻറ്റ് റെഫറൻസ് ബൈ ദ സ്ലൈസ്. ചെയ്യാൻ കപ്പാസിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോഡ് നോക്കിക്കോ. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി മനസ്സിലാവും. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി ഭേദം തിയറിറ്റിക്കലി എപ്പോഴും പ്രാക്ടിക്കലല്ലേ അടിപൊളി. സോ നമുക്കൊന്ന് കോഡ് നോക്കി നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു മെയിൻ ഡോട്ട് ഗോ എന്നുള്ള ഫംഗ്ഷനിലാണ്. നമ്മൾ ക്ലാസ്സിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ എല്ലാം റിമൂവ് ചെയ്ത് കളയാണ്, ഇമ്പോർട്ടും വരെ കളഞ്ഞു. ജസ്റ്റ് പാക്കേജ് മെയിനും ഫങ്ക് മെയിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ക്രിയേറ്റിംഗ് സ്ലൈസസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമതെന്ന് പറയുമ്പോൾ ഒരു യൂസിങ് എ ലിറ്ററൽ, നമുക്ക് എങ്ങനെയാണ് ലിറ്ററൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഞാൻ S:= ഞാൻ പറഞ്ഞു ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു, 2 സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിങ് ചെയ്തു, ഒരു ക്ലോസ് ചെയ്യുകയും ചെയ്തു. തൊട്ടപ്പുറത്ത് ഞാൻ എന്ത് പറഞ്ഞു, ഇൻറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു 1, 2, 3, 4, 5. ഞാൻ 1, 2, 3, 4, 5 എന്നുള്ള ഒരു ഇത് കേർലി ബ്രേസസ് ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, സോ S എന്നുള്ളത് എന്താ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇൻറ്റ് ഓഫ് 1, 2, 3, 4, 5. നമുക്ക് S ഓവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എന്താ, ഇതിങ്ങനെയാണ്. നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, വേറെ S എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് S=2 എന്നുള്ള പോലെയും കൊടുക്കാൻ പറ്റും. ബട്ട് നമ്മളിതിപ്പോൾ ഓൾറെഡി നമ്മളൊക്കെ നോക്കി കഴിഞ്ഞല്ലോ, അത് കാരണം കൂടി ഞാൻ ഇപ്പോൾ (2) എന്നുള്ള പോലെ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. നമുക്ക് ഇനി നോക്കാം എങ്ങനെയായിരിക്കും ഈ സ്ലൈസ് ഉണ്ടാവുക. fmt.println ഞാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ട് S എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കി നോക്കിയാലോ. ഓക്കെ, സോ നമുക്ക് എന്താ കാണുന്നത്, ഒരു അറേയാണ്. എന്ത്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1, 2, 1, 2, 3, 4, 5 എന്ന് നമുക്ക് കിട്ടി അല്ലേ. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ fs(0) എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും, 1 മാത്രം പ്രിൻറ്റ് ചെയ്ത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 0th എലമെൻറ്റ്. ഇപ്പോൾ ഇതിന് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 ഇതായിരിക്കും അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ടാവുക. ലൈക്ക് അതിൻ്റെ പൊസിഷൻ, എലമെൻറ്റിൻ്റെ പൊസിഷൻസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ ലിറ്ററൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്ക് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മേക്ക് കമാൻഡ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. T എന്ന് പറഞ്ഞു കൊടുക്കാം, T= മേക്ക്. നേരത്തെ പോലെ തന്നെ ഒരു ബ്രാക്കറ്റ് വേണം, കാരണം മേക്ക് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു, ഇൻറ്റ് ആണെന്ന് പറഞ്ഞു, (5). ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ (5) എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്
ആ സ്ലൈസിൻ്റെ ലെങ്ത്താണ് എന്ത് ഞാൻ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. മേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ലൈക്ക് ഇത്ര സൈസാണ് അതിന് എന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ fmt.println ഞാൻ ടീനെ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് നോക്കാം എന്തായിരിക്കും വരിക നമുക്ക് അറിയണമല്ലോ. ഓക്കെ, സോ നമുക്ക് ആദ്യം 1 കിട്ടും, രണ്ടാമത്തെ എന്ത് കിട്ടും 0 0 0 0 0 0 മൊത്തം 0 ഇട്ടിട്ട് നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു 5 ലെങ്ത് ഉള്ള ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു അറേയാണ് നമ്മൾ എന്ത് ചെയ്തത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ബട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ എന്താ 0 0 0 0 0 എന്നുള്ള പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടിയത്. ഓക്കെ, സോ ഇതൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരു ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അറേയിലേക്ക് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള പോലെ നമുക്ക് നോക്കാം. ARR (= ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിലെ 5 ആണെന്ന് പറഞ്ഞു ലെങ്ത്ത്, ഇൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൽ ഞാൻ പറഞ്ഞു 1, 2, 3, 4, 5 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. 5 ആണ് ലെങ്ത്ത്, അതിലത്തെ വാല്യൂസ് ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ എസ് എന്നുള്ളത് എന്താ ARR of 1:4 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. S= ആണ് വയ്ക്കേണ്ടത്, കാരണം നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, കാരണം കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്ത് നോക്കിയേക്കാം. fmt.println S എന്ന് നമുക്ക് നോക്കി നോക്കാം. സോ നമുക്ക് ആദ്യം അറിയാം എസ്സിൽ ആദ്യം നമ്മൾ എന്താ 1 2 3 4 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 1 1 2 2 3 3 4 4 5 5 എന്ന് നമുക്ക് കൊടുക്കാം. എസ്സിന് വാല്യൂ നമുക്ക് പറയാൻ തന്നത് വാല്യൂ ഓഫ് എസ് ഈസ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ് അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് എസ് ഈസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് എസ് ഈസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വരിക നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, സോ ഞാൻ ക്ലിയർ ചെയ്യട്ടെ. go run main.go കൊടുത്തു. സോ ആദ്യം നമുക്ക് എന്താ കിട്ടിയത് വാല്യൂ ഓഫ് എസ് ഈസ് 1 1 2 2 3 3 4 4 5 5. പിന്നെ നമുക്ക് എന്താ കിട്ടിയത് 0 0 0 0 0 വിച്ച് മീൻസ് നത്തിങ് ബട്ട് ലൈക്ക് നമ്മൾ ആ എംപ്റ്റി ആയിട്ടുള്ള ടി എന്ന് പറഞ്ഞിട്ടുള്ള അവരാരെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ കാണുന്നത് അപ്ഡേറ്റ് വാല്യൂ ഓഫ് എസ് ഈസ് 2 3 4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ S = ARR of 1:4. അപ്പോൾ നമുക്ക് എന്താ നമുക്ക് അറിയാലോ എന്ത് അതിൻ്റെ പൊസിഷൻ ഇത് 0 ഇത് 1 2 3 4 ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ ഓർത്തോണ്ടേ 1,4. അപ്പോൾ 0th പൊസിഷനിലാണ് 1 എന്ന് പറഞ്ഞ വാല്യൂ, 1 പൊസിഷനിലാണ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്തു വന്നു. 2 പൊസിഷനിലാണ് 3 അത് നമുക്ക് വന്നു. 3 പൊസിഷനിലാണ് 4 അത് നമുക്ക് വന്നു. 4 പൊസിഷൻ നമുക്ക് വരില്ല, കാരണം 1:4 എന്ന് പറയുമ്പോൾ അതിൽ 3 വരെ വരുള്ളൂ, 1 2 3 വരെ വരുള്ളൂ, 4 വരില്ല എന്നർത്ഥം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തേ 0 1 2 3 4 എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്തു 1 2 3 വരെ നമുക്ക് കിട്ടി. 4 നമ്മൾ കൂട്ടില്ല. 4 കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 5 എന്ന് നമുക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 4 കൂടി കൂട്ടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എന്ന് പറയുമ്പോൾ 5th പൊസിഷനും കൂടി കിട്ടും. ഇപ്പോൾ ആദ്യത്തെ പൊസിഷനും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം 0:5 എന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്താ 1 2 3 4 5 എന്നുള്ള പോലെ കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ അറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വേറൊരു അറേക്ക് നമുക്ക് ആഡ് ചെയ്യിപ്പിക്കണമെന്നാണ് നമ്മൾ എന്ത് ചെയ്തേ കണ്ടേ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കോമൺ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നോക്കി നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓപ്പറേഷൻസ്. ഓക്കെ, സോ നമുക്ക് ആദ്യം അപ്പെൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. സോ നമുക്ക് മേലത്തെ എല്ലാത്തിനെയും കളയാം, നമ്മളെപ്പോൾ നോക്കിയാലും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ FMT ഇമ്പോർട്ട് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എന്തായാലും വിളിക്കണമല്ലോ കാണാൻ വേണ്ടിയിട്ട്. സോ S:= എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു എംപ്റ്റി ആയിട്ടുള്ള ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് തുറന്നിട്ട് ഞാൻ പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞു കൊടുത്തു. 1 2 3 എന്നുള്ള പോലെ എസ്സിന് ഞാൻ ഒരു സ്ലൈസ് ക്രിയേറ്റ് ചെയ്തു. അറേ എന്ന് പറയരുത് കേട്ടോ, സ്ലൈസ് ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ഞാൻ പറയുകയാണെന്നത് S = append S, ഞാൻ append എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സാധനം വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. = കൊടുത്തിട്ട് A നമ്പർ അമർത്തുമ്പോൾ തന്നെ നമുക്ക് എന്താ append S, എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ S, നമ്മൾ എന്ത് S, എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു സ്ലൈസ് ഉണ്ടാക്കിയല്ലോ, അതിലെന്തൊക്കെയുള്ളത് 1 2 3 ഇതിലേക്ക് ഇനി ആഡ് ചെയ്യണം എന്ത് 4 5 6 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 4 5 ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ S, 4, 5 എന്ന് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ പ്രിൻറ്റ് ചെയ്യാം കേട്ടോ. println എന്താ S എന്ന് ഞാൻ പറഞ്ഞു.
നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 2 3 4 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അപ്പെൻഡിങ് ആണ് നമ്മൾ എന്ത് ചെയ്തേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്തേ വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വേറെ 2 വാല്യൂയും കൂടി അപ്പെൻഡ് ചെയ്തു, ആഡ് ചെയ്തു. നമുക്ക് നോക്കി. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ? കോപ്പിയിങ് സ്ലൈസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു തന്നത് SRC (= ഇൻഡ എന്ന് പറഞ്ഞു. സെയിം പോലെ തന്നെ ഞാൻ പറഞ്ഞു തന്നത് 1, 2, 3 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് അത് സോഴ്സ് എന്നുള്ള പോലെയാണ് ഞാൻ SRC കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഡെസ്റ്റ് ഞാൻ പറഞ്ഞു (= മേക്ക് ചെയ്യാൻ പറഞ്ഞു. മേക്ക് ചെയ്യുമ്പോൾ എന്താ? നമുക്കൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ബ്രാക്കറ്റ്സ് ഇടണം. അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ എന്താ വേണ്ടേ? നമുക്ക് ലെങ്ത് ആണ് വേണ്ടേ. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചു. ലെൻ എന്ന് പറയുമ്പോൾ ലെങ്ത് കിട്ടാൻ ലെൻ ഓഫ് SRC എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് തിങ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി കമാൻഡാണ്. സോ കോപ്പി ഡെസ്റ്റ് (SRC) എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ എന്താ പറയുന്നത്? കോപ്പി ഡെസ്റ്റ് (SRC) എന്ന് പറഞ്ഞു കൊടുത്തു. fmt.println നമുക്ക് നോക്കി നോക്കാം എന്താണ് ഡെസ്റ്റിനേഷനിൽ ഇപ്പം ഉണ്ടാവുകയെന്ന്. കാരണം ഡെസ്റ്റിനേഷനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? ഒരു ഇൻറ്റ് ഉണ്ടാക്ക്, അതിൻ്റെ ലെങ്ത് എന്നുള്ളത് 1 2 3 ആണ്. അത്രയും അല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും ഈ ഡെസ്റ്റിൽ ഉണ്ടാവുക. 1 2 3 എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ SRCയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1 2 3 കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെസ്റ്റ് എന്നുള്ള ഒരു മേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു ലെങ്ത് ആയിട്ടുള്ള നമ്മൾ ഡെസ്റ്റിനേഷൻ നമുക്കിത് ക്രിയേറ്റ് ചെയ്തു. ഒരു മിനിറ്റ്, ഞാനിതിൽ ലെങ്ത്തിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. സോ fmt. എല്ലാവർക്കും അറിയണതാണ് ലെൻ ഓഫ് SRC എന്തായിരിക്കും പ്രിൻ്റ് ചെയ്ത് കിട്ടുക നമുക്ക് നോക്കാമല്ലോ. ഞാൻ ലെൻ ഓഫ് SRC എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3. അപ്പോൾ എന്താ? ഡെസ്റ്റിൻ്റെ ലെങ്ത് എന്നുള്ളത് 3 ആണ്. ഇൻഡ് ഓഫ് 3 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 3 നമുക്ക് കിട്ടി. എന്നിട്ട് ഞാൻ എന്താ പറയുന്നത്? കോപ്പി ഡെസ്റ്റ് SRC എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തായി? ഡെസ്റ്റിലേക്ക് SRCയിലുള്ള കണ്ടൻസ് ഒക്കെ എന്ത് ചെയ്തു? കോപ്പി ചെയ്ത് കിട്ടി. സോ അപ്പോൾ നമ്മൾ സോഴ്സും ഡെസ്റ്റിനേഷനും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് മനസ്സിലാക്കി. നെക്സ്റ്റ് തിങ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേറ്റിംഗ് ഓവർ എ സ്ലൈസ്. എങ്ങനെയാണ് നമുക്കൊരു സ്ലൈസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഐട്രേഷൻ നടത്തുക, വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. സോ ഞാൻ (= എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇൻറ്റ് ഇത് നമുക്ക് ലൂപ്പ് പിന്നീട് പഠിക്കും. നമ്മൾ 1 2 3 എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ ഫോർ ലൂപ്പ് മനസ്സിലാവും. എന്തായാലും ഇത് ഞാൻ എടുക്കുമ്പോൾ ഫോർ ലൂപ്പും കൂടി മനസ്സിലാവും. (4 I, V, (= റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു, എസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. സോ I എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ആയിരിക്കും, V എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേരിയബിൾ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള വാല്യൂ. ഓക്കെ, റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലൈസ് എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. ഞാൻ പറയുകയാണ് fmt.println the keys എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പെൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. I എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. സ്പേസ് പ്ലസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറയുകയാണെന്ന് ദ വാല്യൂ ഈസ് ഞാൻ എന്ത് പറയണം? V അല്ലേ? സോ ദ കീസ് ഇത്, വാല്യൂ ഈസ് ഇത് എന്നുള്ള പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് എന്ന് പറയുമ്പോൾ മിസ്മാച്ച് ആയിട്ടിരിക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ I എന്നുള്ളത് ഒരു ഇൻഡ് ആയിട്ടാണ് വരിക. ഓക്കെ, കാരണം അതൊരു ഇൻഡെക്സ് ആണല്ലോ. ഞാൻ str കൺവേർഷൻ ചെയ്യാണ്, സ്ട്രിങ് കൺവേർഷൻ ഞാൻ ചെയ്യാണ്. str കൺവേർഷൻ എന്താ? ഇൻഡിജർ ടു സ്ട്രിങ് അല്ല, അപ്പോൾ I to A എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണം കൊടുക്കാൻ. എന്നിട്ട് ഞാൻ പറയാണ് I എന്ന് ഞാൻ പറഞ്ഞു. സോ സ്ട്രിങ് കൺവേർഷനാണ് ചെയ്യുന്നത്. I to A എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, വാല്യൂവും ഇൻഡായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഞാൻ വാല്യൂവിന് str കൺവേർഷൻ ചെയ്യേണ്ടി വരും. കാരണം ഓഫ് കോഴ്സ് കറക്റ്റ് ആണല്ലോ, കാരണം വാല്യൂസ് എന്തായാലും ഇൻഡായിട്ട് വരിക. അപ്പോൾ നമുക്കിത് അപ്പെൻഡ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ ലൈക്ക് നമുക്കത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമറ്റ് കൊടുത്താലും മതി, പ്രശ്നം തീരും എന്നർത്ഥം. ഓക്കെ, സോ നോ ന്യൂ വേരിയബിൾസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു വേരിയബിൾ അല്ല, കാരണം നമുക്ക് ഓൾറെഡി S ഉള്ള കാരണം കൂടെ. ഇപ്പോൾ ഞാൻ മേലത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ കളയാം. സോ ലെറ്റ്സ് ട്രൈ ദിസ്. ഓക്കെ, സോ ദ കീ ഈസ് 0, വാല്യൂ എന്തായിരിക്കും? 1.
കീ 1 ആകുമ്പോൾ വാല്യൂ എന്നുള്ളത് എന്തായിരിക്കും 2, കീ 2 ആകുമ്പോൾ വാല്യൂ എന്നുള്ളത് എന്തായിരിക്കും 3. കീ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയാം, ഇൻഡെക്സ് അങ്ങനെയും കൊടുക്കാൻ പറ്റും. കോമ ദ വാല്യൂസ്. ഞാനൊന്ന് ക്ലിയർ ചെയ്യാവേ. ഇനി നോക്കി നോക്കാം. ഓക്കെ, ദ ഇൻഡെക്സ് ഈസ് 0, 0th ഇൻ്റർസെക്ഷനിൽ ഇൻഡെക്സിൽ ദ വാല്യൂ ഈസ് 1. ഇൻഡെക്സ് 1 ആകുമ്പോൾ വാല്യൂ 2 ആവും, ഇൻഡെക്സ് 2 ആകുമ്പോൾ വാല്യൂ 3 ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഐട്രേറ്റ് ചെയ്യുക. ഒരു സ്ലൈസിൽ എങ്ങനെ ഐട്രേറ്റ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാം എങ്ങനെയാണ് ഇത് സ്ലൈസ് ചെയ്യണത്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. സ്ലൈസ് ചെയ്യണത് നമുക്ക് ഏതാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോക്കാം. ഓക്കെ, സോ നമ്മുടെ എസ് എന്നുള്ളത് നമ്മൾ 1 2 3 കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 5 കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് എന്തെന്ന്, S2 എന്നുള്ളത് എന്താണെന്ന് പറയാം. സ്ലൈസ് 2 എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. S2 കോളൻ ഈക്വൽ ടു എന്താ പറഞ്ഞത്, S(1)(4) എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. സോ ഇനി ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്യാം. സോ fmt.println S2. ഓക്കെ, സോ ഇനി ഞാൻ എന്താ പറയുക നോക്കാം. സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ 0:5 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാ 5 എണ്ണവും കിട്ടി. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് 1:4 എന്നാണ്. അപ്പോൾ എന്താ പറയുക, 2 3 കിട്ടും. 0 1 2 3 4 അല്ലേ, 0 1 2 3 4. അപ്പോൾ അതിൽ 2 3 4 എന്ന് നമുക്ക് കിട്ടും. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് കാണാം എന്ത്, നമുക്ക് എന്താ കിട്ടി, 2 3 4 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ്, നമുക്കൊരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഒന്നുമില്ലാത്ത ഒരു നമുക്കൊരു സ്ലൈസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ എസ് ഇങ്ങനെ കൊടുത്തിട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. സോ ഇതൊരു എംപ്റ്റി ആയിട്ടുള്ളൊരു ഇൻറ്റ് അല്ലേ ഇത്, പക്ഷേ സ്ലൈസ് അല്ലേ എസ് എന്ന് പറയണത്. സോ ഞാൻ പറയാണ് ഇഫ് എസ് ഈക്വൽ ടു നില്ലാണെങ്കിൽ, നിൽ എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. ഓക്കെ, നിൽ എന്നുള്ളത് എന്താ, നിൽ ഈസ് എ പ്രീ ഡിക്ലെയർഡ് ഐഡൻറ്റിഫയർ റെപ്രസെൻറ്റിംഗ് 0 വാല്യൂ ഫോർ എ പോയിൻ്റർ, ചാനൽ, ഫംഗ്ഷൻ, ഇൻ്റർഫേസ്, മാപ്പ് ഓർ സ്ലൈസ് ടൈപ്പ്. കണ്ട, ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് നിൽ ഉപയോഗിക്കാമെന്ന് അർത്ഥം, ഒരു നൾ വാല്യൂ എന്നുള്ള പോലെ. ഓക്കെ, സോ ഞാൻ പറയുകയാണെന്ന് fmt.println സ്ലൈസ് ഈസ് നിൽ എന്ന് ഞാൻ പറഞ്ഞു. സോ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോഗ്രാം ചെയ്യുന്ന എസ് നില്ലാണെങ്കിൽ സ്ലൈസ് ഈസ് നിൽ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടും, സ്ലൈസ് നില്ല എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, സോ ഇനി നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ സ്ലൈസിങ് ആണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് റീ സ്ലൈസിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞു എസ് കോളൻ ഈക്വൽ ടു എന്താ ബ്രാക്കറ്റിൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5 എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുകയാണെന്ന് എസ് ഈക്വൽ ടു എസ് എന്നുള്ളത് 3 ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇങ്ങനെ കൊടുത്താൽ എന്താ ഉണ്ടാവുക, നമുക്കൊരു വെറൈറ്റി പോലെ ആയിട്ടുള്ള ഇത് ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ സാധനത്തിന് തന്നെ വീണ്ടും താഴ്ത്തി വിളിക്കുകയാണ്. ഓക്കെ, ഞാൻ പ്രിൻറ്റ് എസ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. നമുക്ക് നോക്കി നോക്കാം. ഇപ്പം എന്ത് കിട്ടി, 1 2 3 കിട്ടി. അതെങ്ങനെയാണ് പക്ഷേ 0 1 2 1 2 3 അതുവരെയുള്ളത് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. 3 തൊട്ടിട്ടുള്ളത് എന്ത് ചെയ്തു കളഞ്ഞു. 0 1 2 3 തൊട്ടുള്ളത് എന്ത് ചെയ്തു കളഞ്ഞു. ബാക്കി വരെയുള്ളത് എന്ത് ചെയ്തു കിട്ടി. ഓക്കെ, സോ ഞാൻ ഇനി ഇവിടെ പറയുകയാണെന്തെന്ന്, നീ 3 അല്ല 1 കോളനാന്ന് പറഞ്ഞോട്ടെ. അപ്പം എങ്ങനെയാണ് 1 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാതും എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ 0 1 അത് എന്താ ബാക്കി നോക്കിയിട്ട് 3 4 5 ആണ് നമുക്ക് കിട്ടണ്ടേ. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, 2 3 4 5 സോറി 2 3 4 5 കാരണം ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരേണ്ടത്, ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അങ്ങനെ വരും. ഓക്കെ, ഞാൻ 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ കോളൻ എന്ന് പറഞ്ഞിട്ട് 1 തന്നെ കൊടുക്കാം, ഇപ്പുറത്തും 1 തന്നെ കൊടുക്കാം. ഇപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് നോക്കാമല്ലോ. നമുക്ക് ഇപ്പം എന്താ നമുക്ക് 1 തന്നെ കിട്ടി, കാരണം 0 ഉണ്ടാവുമല്ലോ, 0 പെടും ഇല്ലേ. 1 പൊസിഷനിലാണ് 1 പോവുക. ഇതാണ് 1 പൊസിഷൻ എന്ന് പറയണത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്തു, 1 മാത്രം കിട്ടി, 2 കിട്ടിയില്ല, കാരണം 2 എന്നിരിക്കുന്നത് 1 പൊസിഷനിലാണ്. അതുപോലെ ഞാൻ 2 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 1 അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 എന്ന് പറയുകയാണെങ്കിൽ 1 2 എന്ന് കിട്ടും. ഓക്കെ, ബട്ട് നമ്മൾ ആ 2നെ ഇവിടെ വിളിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, 0 കിട്ടും, 1 കിട്ടും, 2 കിട്ടും, 1 2 3 കിട്ടും അല്ലേ. സോറി 2 കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം കിട്ടും. 0
1 2 3 4 അങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. നമുക്ക് അത് നമ്മൾ ലൈക്ക് ഇത് ട്യൂട്ടോറിയൽ കാണുമ്പോൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പോലെ തോന്നിയേക്കാം. സോ പക്ഷേ നിങ്ങളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊരു മനസ്സിലാവാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ലൈസ് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ പ്രോഗ്രാമിങ്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതിലും കുറേ സ്ലൈസുകൾ നമ്മൾ ചെയ്യേണ്ടി വരും, കുറേ മാപ്സുകൾ ചെയ്യേണ്ടി വരും, വേരിയബിൾസും കാര്യങ്ങളൊക്കെ വരും, ഫോർ ലൂപ്പും ഇഫൊക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കും എന്നുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.